PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ മാത്രം കണ്ടിട്ട് പോയി പരീക്ഷ എഴുതിയവർക്ക് കൂടെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതിയില്ലേ? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ക്ലാസ്സുകൾ തന്നത്. അപ്പോൾ ചോദ്യപേപ്പർ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ പഠിപ്പിച്ച ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ആൻസർ കീ നോക്കാം. ആദ്യത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഓപ്ഷൻ സി ആണ്, ഹൈക്കോടതി. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഓപ്ഷൻ സി, ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, മൗലിക അവകാശങ്ങൾ. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഓപ്ഷൻ എ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം. ഇത് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ സി ആണ്, ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് ഓപ്ഷൻ സി, അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ഓപ്ഷൻ എ, തോമസ് ഹാർവേ ബാബർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിലവിൽ ഓപ്ഷൻ ബി, ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തൃശൂർ. രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാലാണ് മലപ്പുറം വരിക കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ എ, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് ഓപ്ഷൻ ബി, നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. ഓപ്ഷൻ ഡി. ചുവടെ തന്നിരിക്കുന്നവർ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ, ബാലഗംഗാധര തിലക്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി, 44-ാം ഭേദഗതി. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെട്ടിരുന്നത്? കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ എടുത്ത ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. ചന്ദ്രയാൻ 3 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഉത്തരം ഓപ്ഷൻ ബി, പ്രഗ്യാൻ ആണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി, VP മേനോൻ. SCERT നമ്മൾ എടുത്തതാണ്. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം നമ്മൾ ഇന്ന് കാലത്ത് സാധ്യതാ ചോദ്യങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ, പോണ്ടിച്ചേരി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഓപ്ഷൻ ഡി, KM പണിക്കരാണ്. ഓപ്ഷൻ ബി, PN ആണ്. ഇവിടെ KM പണിക്കരാണ് ഉത്തരം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഓപ്ഷൻ എ, ജർമ്മനി. ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യം ഓപ്ഷൻ സി, മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തു. ഉത്തരം ഓപ്ഷൻ ബി, ബ്രസീൽ ആണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നമ്മൾ ഇന്നലെ കലാസാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്. തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. വള്ളത്തോൾ നാരായണ മേനോനും മക്കളും മുകുന്ദരാജയും ചേർന്ന് രൂപം കൊടുത്തു. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന, ഇതും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് തെറ്റിപ്പോയത്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിനല്ല, ശ്രീകുമാരൻ തമ്പിക്കാണ്. ബാക്കി 1ഉം 3ഉം ശരിയാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തൻ ഇന്നലെ പറഞ്ഞു. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മാങ്ങാട്. ഓക്കെ, ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവന നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത ക്ലാസ് ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം 4ഉം ആണ് ശരി. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു.
ചന്ദ്രയാൻ 3യിലെ ലാൻഡറിന്റെ പേര് വിക്രം. മൊത്തം ചിലവ് 615 കോടി രൂപ. ISRO ചെയർമാൻ മോഹൻകുമാർ അല്ല, എസ് സോമനാഥ് ആണ്. അടുത്തത് ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരി. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നു. ഓക്കെ. അടുത്തത് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു എന്നാണ്. അപ്പൊ ഇവിടെ കര അതിർത്തി, സമുദ്ര അതിർത്തി എന്ന് വേർതിരിച്ച് കൊടുത്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഉത്തരം ഓപ്ഷൻ ബി ആയിട്ട് എടുക്കാം. ഇനി ഇവിടെ ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു എന്നുള്ളതും അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം പങ്കിടുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കര അതിർത്തി എന്ന് എടുത്തു പറയാത്തതുകൊണ്ട് നമുക്ക് ഉത്തരം ഓപ്ഷൻ ബി ആയിട്ട് കണക്ക് കൂട്ടാം. ഇനി മൊത്തത്തിൽ അതിർത്തികൾ കരാതിർത്തി പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി ആയിട്ട് എടുക്കാം. കരാതിർത്തി മാത്രമാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉത്തരം മാറ്റം വരും അല്ലേ. കരയും സമുദ്രവും കൂടെ ചേരുവാണെങ്കിൽ ഈ ഉത്തരം വരില്ല. കര മാത്രമാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി ആയിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ എല്ലാം ശരിയാണെന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും എടുക്കാൻ പറ്റുക. ഓക്കെ. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം, ഏതാണ് ഉത്തരം ശരിയായിട്ട് കൊടുക്കുക എന്നുള്ളത്. അടുത്തത് ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റിപ്പോയത്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതല്ല. കോറമണ്ടൽ എന്ന് പറയുന്നത് പൂർവ്വ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ്. ബാക്കി 2ഉം ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിലും ഇടയിലാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി, നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയല്ല, വന്ദേ മാതരമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്നതിൽ എല്ലാം ശരിയാണ്. അയോധ്യ നഗരം സരയൂ നദീതീരത്താണ്. അഹമ്മദാബാദ് ഗാന്ധിനഗർ സബർമതി നദീതീരത്താണ്. കൊൽക്കത്ത ഹൗറ ഹൂഗ്ലി നദിയുടെ തീരത്താണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യകൂടമാണ്. തെറ്റായത്. ബാക്കി 2ഉം ശരിയാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരി. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്, പെരിയാറിലല്ല. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലല്ല, വേമ്പനാട്ട് കായലാണ്. ബാക്കി 2ഉം ശരിയാണ്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാടാണ്. ഓക്കെ. അടുത്തത്, കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരി. അഴീക്കൽ കണ്ണൂര്, പൊന്നാനി, മലപ്പുറം എന്നുള്ളത്. കായംകുളം വരുന്നത് ആലപ്പുഴയിലാണ്. നീണ്ടകര വരുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്നതിൽ എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 3ഉം ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരി. കരിമ്പുഴ മലപ്പുറം എന്നതും ചെന്തരുണി കൊല്ലം എന്നതുമാണ് ശരിയായിട്ട് വരുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രസ്താവിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റിപ്പോയത്. 1984 നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. ബാക്കി 2ഉം ശരിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നു. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക.
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1 മാത്രമാണ് തെറ്റായത്. പഞ്ചായത്തി രാജ് കേരളത്തിൽ നിയമം പാസ്സാക്കുന്നത് 1994 1992 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. ഇനി കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. അത് ശരിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്, അതും ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2 മാത്രം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. ഇവിടെ കേരള സ്പീക്കർ AN ഷംസീർ ശരിയാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഓപ്ഷൻ സി ഹോക്കി. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ SS സോമനാഥ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് 2 തവണ ചോദിച്ചല്ലേ? ഉത്തരം ഓപ്ഷൻ ബി പ്രഗ്യാൻ. ഭാരതത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്, ഇത് ചിലരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടാവും. ഉത്തരം ഓപ്ഷൻ സി ആണ്, ന്യൂട്ടൺ ആണ് കേട്ടോ. SCERT ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് ന്യൂട്ടൺ. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 4 ഡയോപ്റ്റർ. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ആണ് കാർബൺ 14, ഓപ്ഷൻ ബി. ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ട് ആവുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓപ്ഷൻ ഡി 746 വാട്ട്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഓപ്ഷൻ എ ത്വക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉമാണ് ശരി. ക്ഷയം ബാക്ടീരിയ എന്നതും നിപ്പ വൈറസ് എന്നതും. പട്ടച്ചൊറി എന്ന് പറയുന്നത് ഫംഗസ് ആണ്. എലിപ്പനി എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് പരത്തുന്നത്. ഓക്കെ, അടുത്തത് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി 3 മാത്രമാണ് ശരി. നമ്മൾ പഠിച്ചു അല്ലേ, കഷായവും ചിക്കനും ഒക്കെ നമ്മൾ കഴിക്കുന്നത് വായയിലൂടെയാണെന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാക്കുന്നത് ഏത് വിറ്റമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി വിറ്റമിൻ എ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്, നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചതാണ്, ക്ലോഡിയ ഗോൾഡിൻ. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം, ഓപ്ഷൻ ബി. അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അപ്പോൾ എല്ലാവരും രുചിര കമ്പോജ് ആയിരിക്കും എഴുതിയത്. മാറ്റം വന്നിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, അരിന്ദം ബാഗ്ജിയാണ് നിലവിലെ സ്ഥിരം പ്രതിനിധി. ദേശീയ തലത്തിൽ, ഭരണതലത്തിൽ, ഉദ്യോഗതലത്തിൽ, രാഷ്ട്രീയ തലത്തിലും ഒക്കെ അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഓപ്ഷൻ ഡി ലോക്പാൽ, നമ്മൾ പറഞ്ഞതായിരുന്നു. ദെൻ 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ Y ചന്ദ്രചൂഡ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലെസേ ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത്? ഇവിടെ ഉത്തരമില്ല. ആഡം സ്മിത്ത് ആണ് ഇവിടെ ശരിയായിട്ട് വരേണ്ട ഉത്തരം. നമുക്ക് തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവും. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് ഇത്? അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2023. സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഓപ്ഷൻ ഡി ഹരിതയാണ്. ഹരിത വഴുതനയുടെ സങ്കര ഇനമാണ്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കീലസന്ധിയാണ് കേട്ടോ, കീലസന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ഓപ്ഷൻ സി ട്രക്കിയ. അടുത്തത് തന്നിരിക്കുന്നതിൽ പൂച്ച, നായ, കാക്ക, മയിൽ, ഇവിടെ ശാസ്ത്രീയ നാമം തന്നിട്ടുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1, 3 എന്നിവയാണ് ശരിയായിട്ട് വരുന്നത്. 1 ഏതാണ്? ഫെലിസ് ഡൊമസ്റ്റിക്സ് പൂച്ച എന്ന് പറയുന്നത്. അതുപോലെ കാക്ക കോർവസ് സ്പ്ലെൻഡസ് എന്ന് പറയുന്നതാണ് ശരി കേട്ടോ. 1ഉം 3ഉം ആണ് ശരി. അടുത്തത് ജീവികളും ഹൃദയ അറകളും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശരിയായ ജോഡി ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. പാറ്റ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് വരുന്നത്, 13. ദെൻ പല്ലി എന്ന് പറയുന്നത് 3.
ദെൻ പക്ഷി എന്ന് പറയുന്നത് 4, മത്സ്യം എന്ന് പറയുന്നത് 2. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ 9. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി കണ്ണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത്? MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? വൈറസ് രോഗം അല്ലാത്തത് എലിപ്പനിയാണ്. എലിപ്പനി ബാക്ടീരിയയാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി മലേറിയ ആണ് ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്ക. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ബ്രോങ്കൈറ്റിസ് ആണ് കേട്ടോ. ബ്രോങ്കൈറ്റിസ് അല്ല, നെഫ്രൈറ്റിസ് ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി നെഫ്രൈറ്റിസ് ആണ് കേട്ടോ. അടുത്തത് മാത്സ് ആണ്. 8/125 തുല്യമായത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 0.0064. 3 × 25 മൈനസ് എന്ന് പറഞ്ഞ ഈ ഒരു ബോർഡ് മാസ് റൂൾ തന്നിട്ടുണ്ട്. 82ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് 59. 225 മീറ്റർ നീളമുള്ള തീവണ്ടി മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ പോസ്റ്റിനെ തരണം ചെയ്യാൻ എടുക്കുന്ന സമയം ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി 15 സെക്കൻഡ് ആണ്. ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി 43 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്രയായിരിക്കും? ഓപ്ഷൻ എ ആണ് 42.75 kg. 1/2 + 3/16 + 5/64 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 49/64. 25 സ്ക്വയർ × 4 സ്ക്വയർ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ 10,000. 48 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും? ഉത്തരം ഓപ്ഷൻ സി ആണ് 240 കിലോമീറ്റർ. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്യാനാണ് ചാൻസ് കേട്ടോ. 2 ആൻസർ വരാനായിട്ട്, സിയും ഡിയും വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അത് ഡിലീറ്റഡ് ആവും. അടുത്തത് 13/7, 16/7, 19/7. ഇതിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം ഏത് എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് 4. അടുത്തത് 3/4, 5/8 എന്നീ ഭിന്നസംഖ്യകളുടെ ലസാഗു. ഈ ഒരു ചോദ്യവും PSC ഡിലീറ്റ് ചെയ്യും കേട്ടോ. മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ, ആൻസർ ഇല്ല. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ സാധനത്തിന്റെ വാങ്ങിയ വില എത്രയാണ്? ഓപ്ഷൻ ബി 1000. √0.111 ഇൻറ്റു 0 എന്ന് പറഞ്ഞത് ഈ തന്നിരിക്കുന്നതിന്റെ വാല്യൂ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 0.22 എന്ന് തുടങ്ങുന്ന ഈ ഒരു സംഖ്യ. സ്കൂൾ അസംബ്ലിയിൽ 10A ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും 25ാമതും പിന്നിൽ നിന്നും 13ാമതുമാണ് എങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 37. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ഓപ്ഷൻ ഡി 50.5. രാജുവിന് അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ അനിയന്റെ വയസ്സിന്റെ 2 മടങ്ങാവും എങ്കിൽ രാജുവിന്റെ വയസ്സ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 15. 100 × 83 × 39 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്രയാണ്? ഓപ്ഷൻ എ ആണ് 6. 6:210. 10 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇവ നമ്മൾ പറയുന്നത്. ചിലപ്പോൾ സി വരാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ മിക്കവാറും ഈ ഒരു ചോദ്യവും ഡിലീറ്റ് ആയി പോകും. അടുത്തത് 57 + 61 + 65 + 69 + 73 + 76 ഡിവൈഡഡ് ബൈ 30. ആൻസർ ഓപ്ഷൻ എ ആണ് 13.4. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 164. -2, 1, 6, 13. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് 22. അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന പരീക്ഷയുടെ 100 ചോദ്യങ്ങൾ. അപ്പോൾ പരീക്ഷ അത്യാവശ്യം മാത്സ് ആയിരിക്കും എല്ലാവർക്കും കുറച്ചെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. GK പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശീലനം തുടരുന്നതാണ്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ഫോളോ ചെയ്തതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നന്നായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്